വിവിധ വർണ്ണങ്ങളിലുള്ള ഡാലിയ പൂക്കൾ കൊണ്ട് നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ പൂക്കളുണ്ടാവുന്ന ഡാലിയ ചെടികൾ നമ്മുടെ മനം കവരുന്നതാണല്ലേ. അതും ഡബിൾ ഷെയ്ഡിലുള്ള പൂക്കളും ഹൈബ്രിഡ് ടൈപ്പിൻ്റെ ഒരുപാട് ഹൈറ്റ് വെക്കാത്ത പ്ലാന്റ്സും കൂടെയാണിത്. നമ്മൾ നോർമലി കാണുന്നത് പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ്സ് അല്ല, എന്നാൽ പൂക്കൾ വലിയ പൂക്കളായിരിക്കും. നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഈ ഡാലിയ പ്ലാന്റ്സുകളുടെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റുകളും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ്സുകൾ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ്. എന്നാൽ ഇതുപോലെ 20-ൽ പരം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണെങ്കിലും എല്ലാ പ്ലാന്റുകളും പൂ വിടർന്നു തുടങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് കളേഴ്സ് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഇവയ്ക്ക് നല്ല ലീഫ് ഡിഫറൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലീഫിലും അവയുടെ തണ്ടിലൊക്കെ കളർ വേരിയേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് 10 കളേഴ്സായിട്ടും അതുപോലെ 5 കളേഴ്സായിട്ടൊക്കെ നൽകാനായിട്ട് സാധിക്കും. 2 സൈസിലുള്ള പ്ലാന്റ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇവയുടെ പ്ലാന്റ് സൈസ് കറക്റ്റായി കണ്ട ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അധിക പേരും ചെയ്യുന്നതായിട്ട് കാണുന്നത് ആദ്യം തമ്പനെയിൽ കാണും, വീഡിയോയുടെ ഫസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്പർ എടുത്ത് പെട്ടെന്ന് തന്നെ കോൾ ചെയ്യും. ഈ പ്ലാന്റ്സിന് എത്രയാണ്, ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് അയച്ചു തരുന്നത്, കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടോ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീഡിയോയിൽ പ്ലാൻ സൈസും പ്രൈസും ഓരോ കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. അവ മുഴുവനായി കണ്ട ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡാലിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും കട്ടിങ്സിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. എന്നാൽ ഇവയ്ക്ക് റൈസോംസ് അഥവാ ബൾബുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ബൾബ് ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്നും പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരുന്നതാണ്. 2 സൈസിലുള്ള പ്ലാന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ നമുക്ക് ചെറിയ പ്ലാന്റുകൾ നോക്കാം. ഈ സൈസിൽ ജിഫി ബാഗിൽ നല്ല വെൽ റൂട്ടഡ് ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ഇവയുടെ 5 പ്ലാന്റുകൾക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 299 രൂപയ്ക്ക് DTDC കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓരോ പ്ലാന്റ്സിൻ്റെയും ലീഫുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ആ ലീഫ് ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓരോ കളേഴ്സിൻ്റെയും ലീഫ് പാറ്റേണും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവയുടെ തണ്ടുകളുടെ കളറിലും ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഡബിൾ ഷെയ്ഡോ ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള തണ്ടുകളാണ് കൂടുതലായിട്ടും കാണുന്നത്. എങ്കിലും ചെറിയ പ്ലാന്റ്സുകൾ ഒരുപാട് വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 പ്ലാന്റ്സുകൾക്കാണ് 299 രൂപ വരുന്നത്. ജിഫി ബാഗിൽ വേര് പിടിച്ച പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ ഈ ജിഫിയോട് കൂടെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് കൊണ്ട് കൂടുതൽ ഡാമേജ് ഒന്നും വരാൻ സാധ്യതയില്ല. നിങ്ങൾ നടുന്ന സമയത്ത് ആ പുറത്തുള്ള പ്രതലം, ജിഫി ബാഗിൻ്റെ ആ ഒരു പ്രതലം മെല്ലെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് വലിയ പ്ലാന്റ് സൈസ് നോക്കാം. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഇവ വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയക്കുന്നത്. 10 പ്ലാന്റ്സുകളുടെ കോംബോയും 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 പ്ലാന്റ്സിന് 850 രൂപയും കൊറിയർ ചാർജും വരുന്നതാണ്. ഇനി 5 പ്ലാന്റുകളാണെങ്കിൽ 450 രൂപയും കൊറിയർ ചാർജും വരും. ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയും കൊറിയർ ചാർജുമാണ്. ഈ പ്ലാന്റ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പ്ലാന്റുകളും തന്നെ മൊട്ടായി നിൽക്കുന്നവയാണ്. ഇത് കട്ടിങ്സ് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ ഇവയിൽ റൈസോംസ് ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 6 മാസത്തോളം ഈ ഒരു പ്ലാന്റ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും നല്ല വെളിച്ചമുള്ള ഭാഗത്തായിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യുന്നത് ഒരിക്കലും കവറിലിട്ടിട്ടല്ല. ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾക്കൊരു കവറിലിട്ട് പാക്ക് ചെയ്തുകൂടെ എന്ന്. മറ്റൊന്നും കൊണ്ടല്ല, കവർ നമുക്ക് എടുക്കാനില്ലാഞ്ഞിട്ടോ അങ്ങനെ അയക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. അവയുടെ ബൾബുകൾക്ക് ഡാമേജ് സംഭവിക്കും. ചൂടായിട്ട് ആവിച്ചിട്ട് ബൾബുകൾ ഡാമേജ് ആയി പോവാതിരിക്കാനാണ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അയക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള പ്ലാന്റ്സുകളാണോ വേണ്ടത്, ജിഫി പ്ലാന്റ്സ് ആണോ അതോ വലിയ പ്ലാന്റ്സിൻ്റെ 5 സെറ്റിൻ്റെ കോംബോയാണോ 10 സെറ്റിൻ്റെ കോംബോയാണോ എന്നുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.